കണ്ണ് നിറഞ്ഞ ഏതെങ്കിലും വീട് പണി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇത് തന്നെയായിരിക്കും. ഇവിടെ വന്നാൽ കണ്ണ് നിറഞ്ഞു പോകും. ഈ കാണുന്ന വീടുകളെല്ലാം കണ്ടില്ലേ, ഇതൊരു ടൗൺഷിപ്പ് തന്നെയാണ്. നമ്മളെല്ലാം ആഗ്രഹിച്ച കാര്യം കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇതാ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് മുണ്ടക്കൈ ചൂരൽമലയിൽ നമ്മൾ കണ്ട കാഴ്ച നമ്മളെല്ലാരെയും സങ്കടപ്പെടുത്തി. അതിനുള്ള പ്രതിവിധിയായിട്ട് നമ്മളെല്ലാം ഒരുക്കൂട്ടി വെച്ച പണം ഉപയോഗിച്ച് സർക്കാർ പണിതുകൊണ്ടിരിക്കുന്ന വീടുകളാണ് ഇപ്പോൾ ഇതാ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് താക്കോൽദാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. കുറച്ചുകൂടി വർക്കുകൾ ബാക്കി ഉണ്ടെങ്കിൽ കൂടി അവരെല്ലാവരും ഹാപ്പിയാണ്. വീടുകളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളായോ? നല്ല വീട് തന്നെ അല്ലേ? എല്ലാ വീടിന്റെ വർക്കുകൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുക. അതാണ് കംപ്ലീറ്റ് ചെയ്ത ഒരു വീട് കേട്ടോ. ഇതിനകത്ത് സോളാറും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് ഒരു വീട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്. സൈഡിൽ സ്റ്റെയർ കണ്ടില്ലേ, ഭാവിയിൽ മേലേക്ക് എടുക്കാനുള്ള ബലം കൂടെ ഈ തറക്കുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇതുപോലെ ഭംഗിയുള്ള ഒരു വീട്, ഫുൾ കോമ്പൗണ്ട് വാളും അതുപോലെ തന്നെ മുറ്റവും എല്ലാം സെറ്റ് ചെയ്ത് തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്. ഒരു വീടാകുമ്പോൾ എല്ലാം വേണമല്ലോ. എന്നാൽ വീടിന് പകരം ഒരു നാട് തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല റോഡുകൾ വേണം, അതുപോലെ ഓരോ വീടിനും നല്ല ഗേറ്റുകൾ വേണം, രണ്ട് വീടുകൾ തമ്മിൽ ഇടയ്ക്കുള്ള മതിലുകൾ വേണം, കോമ്പൗണ്ട് വേണം. അതുപോലെ ആ വീടുകളെല്ലാം ഒരുപോലെ നിൽക്കരുതല്ലോ. എല്ലാം ഒരേ സൈസ് ആണെങ്കിൽ കൂടി അത് ഡിഫറെൻ്റ് ആംഗിളിൽ കൊടുത്തപ്പോൾ ഭംഗിയായി ഒരു വില്ല പ്രൊജക്റ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇത് കിടക്കുന്നുണ്ട്. ടൗൺഷിപ്പ് ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വേണം. എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിലൂടെ റോഡ് വേണം എന്നുള്ളതാണ് ഇതിലൊരു ചലഞ്ച്. അതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പല ആംഗിളിലായിട്ട് 2 ഏരിയ 4-5 മൊഡ്യൂളുകളായിട്ടാണ് ഈ വീടുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന 2 കുന്നിൻപുറത്ത് മുഴുവനായിട്ട് വീടുകളാണ്. ഇതാ ബാക്കിൽ കാണുന്നില്ലേ, ആ കുന്നിലും വീടുകൾ തന്നെ. ഇതെല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രാത്രി എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒരു പുതുജീവൻ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരുടെയും കൈത്താങ്ങിലൂടെ. ഈ കാണുന്ന വീടുകളെല്ലാം പൂർത്തിയാകുമ്പോൾ ഈ നാട് ഒരു വേറെ നാട് തന്നെയാണ് മാറും. അപ്പോൾ അതിന് സൗകര്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ടൗണിനടുത്ത് തന്നെയാണ് കൽപ്പറ്റ ഈ ഒരു പ്രൊജക്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ കാണാൻ ഒരുപാട് വരുന്നുണ്ട്. ഈ ഒരു വീടിനകത്തുള്ള സൗകര്യങ്ങൾ നമുക്കൊന്ന് കാണാം. വലിയൊരു ഹാളാണ് മെയിനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്ത വീടല്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് പരിമിതികളുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. ഇതിനകത്ത് ഷെൽഫുകൾ വരുന്നുണ്ടോ, അതുപോലെ തന്നെ ഒരു അഡീഷണൽ വർക്ക് ഏരിയ എക്സ്ട്രാ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ വരുന്ന വുഡൻ വർക്കുകൾ, കബോർഡുകൾ, കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഡോറുകൾ ഇൻക്ലൂഡഡ് ആണ്, വാഷ് ബേസിൻ ഇൻക്ലൂഡഡ് ആണ്, ടോയ്ലറ്റിൽ വരുന്ന സീറ്റ്, ക്ലോസറ്റ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ ബെഡ്റൂം ഇത്രയും വിശാലമായിട്ട് 3.5x3 സൈസ് ഏകദേശം ഉണ്ട്. ഇതിനകത്ത് 2 ഡോറുള്ള വാർഡ്രോബും കൂടെ ഇതിനകത്ത് ഉൾക്കൊള്ളും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ സ്പേസ് ഉണ്ട്. വേറെ മറ്റൊരു ബെഡ്റൂമിലാണ് നമ്മളുള്ളത്. ഇതും അത്യാവശ്യം സ്പേസ് ഉള്ള രീതിയിൽ തന്നെയാണ്. വിൻഡോകളൊക്കെ UPVC-യിലാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യം ഉണ്ട്. അതുപോലെ ഒന്ന് കോമൺ ടോയ്ലറ്റും ആണ് കേട്ടോ ഉള്ളത്. പുറത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആട്ടോ, പോത്ര. വലിയ ഹാളാണ്. മറ്റൊരു വീടാണ്. ഈ ഒരു ഏരിയ എക്സ്ട്രാ സ്പേസ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ റൂമുകളൊക്കെ നേരത്തെ കണ്ട പോലെ അവിടെയൊക്കെ വർക്ക് നടക്കുക. ഇവിടെ കബോർഡിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാണികൾ കൂടുതലുണ്ട് കേട്ടോ. കിച്ചൺ ഏരിയയിലാണ് ഉള്ളത്. കിച്ചൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം വരുന്ന ആൾക്കാരൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുക. കാരണം അവരൊക്കെ സംഭാവന ചെയ്തിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ടാണല്ലോ വീട് പണിതുകൊണ്ടിരിക്കുന്നത്. സൗകര്യമല്ലേ? അത്യാവശ്യം സൗകര്യം ഉണ്ടോ? നിങ്ങളൊക്കെ ഇവിടെ തന്നെയാണോ? ബത്തേരിക്കാരാ? ഇവിടുത്തെ വീട് വെച്ചിട്ട് അത്യാവശ്യം സൗകര്യം ഉണ്ട് അല്ലേ? താക്കോൽ കൈമാറൽ ചടങ്ങ് മാർച്ച് 1-നാണ് നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി എല്ലാം സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേജ് ഉൾപ്പെടെ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. ഈ ഏരിയയിലൊക്കെ വീടുകൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇത് നടന്ന് കാണാമെന്ന് പറഞ്ഞാൽ കുറച്ച് ചലഞ്ചിങ് പരിപാടിയാണ്. അത്യാവശ്യം ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള 1-2 വീടുകൾ കാണിക്കുക എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. കംപ്ലീറ്റ് ചെയ്ത വീട് നേരത്തെ കാണിച്ചു. രണ്ടാമത്തതാണ് 5-6 വീടുകളുണ്ട്. അതാ തുടക്കത്തിൽ അവിടെ ഉള്ളത്. എന്നാ കണ്ടോളൂ അതുകൂടെ ഉണ്ട്. ഇനി നമ്മൾ വരുമ്പോൾ ഈ വീടുകളെല്ലാം പൂർണ്ണമായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്ത് അടിപൊളിയായി കാണുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എല്ലാ വീടുകളും ഒരുപോലെ തന്നെയാണ്. ആർക്കും ഒരു പണം തൂക്കം മേലേക്കോ താഴേക്കോ കൊടുത്തിട്ടില്ല. അളവുകളെല്ലാം ഒരുപോലെ തന്നെയാണ്. ഡിസൈനിന് ചില വേരിയേഷൻസ് മാത്രം. ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ നോക്കുമ്പോൾ വീടുകൾ കാണാൻ ഭംഗി.
അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള വർക്കുകളൊക്കെ ഇനി കുറച്ചുകൂടെ ഫിനിഷ് ചെയ്യാണ്ട് അടുത്ത ഏരിയയിൽ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 178 വീടുകളാണ് ഇപ്പോൾ താക്കോൽദാനം നടക്കുന്നത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ വയനാടിൻ്റെ തന്നെ മുഖച്ഛായ മാറും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ടും കൂടെ ചെയ്യുമല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.